നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിർത്ത്. ചോറ് കൊടുക്കാൻ വരട്ടെ. അവിടെയായിരിക്കും താക്കോൽ വെക്കുന്നത്. പടിക്കൽ വരെ എത്തിയിട്ട് കാലം പടാന്നുടഞ്ഞതുപോലെ ആയല്ലോ. അവൾ ആ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നെന്നുള്ളത് കണ്ടെത്താൻ പറ്റില്ലല്ലോ. ആ, അവളിപ്പോ ഇറങ്ങും, മാറിയേക്കാം. ആ, ഇനി താമസിക്കണ്ട, നമുക്കിറങ്ങാം. ഇറങ്ങാം. ആ മീനാക്ഷി എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എന്നെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ, മോളെ ഉടുപ്പിക്കാനുള്ള കുഞ്ഞുമുണ്ടും എന്റെ ഉണ്ട്. ആ, എന്നാ നമുക്ക് ഇറങ്ങാം. അച്ഛനും കാർത്തിയൊക്കെ എവിടെ? അവരൊക്കെ മുൻപേ പോയി. വാ, നമുക്ക് ഇറങ്ങാം. ശരി അമ്മേ. ചെമ്പകമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ ചോറൂണ് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാ. കുടുംബത്തിലെ എല്ലാവരും ഇവിടെ വേണ്ടതായിരുന്നു. രാമേട്ടനെ ഞാൻ പലവട്ടം വിളിച്ചതാ. ബിസിനസ് ആണെന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും ഗൾഫിലിരിക്കാൻ പറ്റുമോ? കുഞ്ഞിന്റെ ചോറൂണിന് കുഞ്ഞിന്റെ അപ്പനും കൂടെ വേണ്ടതായിരുന്നു. അല്ല, കുഞ്ഞിന്റെ പെറ്റ തള്ള ഇവിടെ ഇല്ല, അവൾ എവിടെ പോയി ഒടുങ്ങി. പിന്നെ അതിലും വലുതല്ലല്ലോ രാമേട്ടൻ അപ്പൂപ്പൻ. നീ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് ഞങ്ങളായിട്ട് ആക്രമിക്കുന്നുണ്ടല്ലോ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? സാവിത്രി, ഇത് അമ്പലം, അത് മറക്കണ്ട. അത് ശരിയേ. അതുകൊണ്ട് തൽക്കാലം ഞാനിങ്ങ് വിടുന്നു. അമ്പലത്തിൽ ഇന്ന് പൊതുവെ തിരക്ക് കുറവാണല്ലേ? രാവിലെ ആ തിരക്ക്, ആ സമയം കഴിഞ്ഞില്ലേ? ആ, കാർത്തിയേട്ടൻ എന്തൊന്നും മിണ്ടാ നിൽക്കുന്ന വല്ല ടെൻഷനും ഉണ്ടോ? തനിക്ക് എന്ത് ടെൻഷനുണ്ടോ ആ ടെൻഷൻ എനിക്കും ഉണ്ട്. എന്റെ ജഗദീഷ് ഏട്ടൻ. ജഗദീഷ് ഏട്ടൻ എന്താ എത്ര വൈകിയേ? ഞാൻ കാനഡയിലായിരുന്നല്ലോ. എന്റെ ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നപ്പോ ബർമുഡ ട്രയാങ്കിളിൽ പെട്ട് കടലിൽ വീണ് മുങ്ങിപ്പോയി.
പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി നീന്തി അറ്റ്ലാന്റിക്കും കടന്ന് അറേബ്യൻ സീയിലെത്തി. ഓ, അവിടെ നിന്നൊരു വള്ളത്തിൽ കയറി ശംഖുമുഖത്ത് ഇറങ്ങി. എന്താ, ഞാൻ താമസിച്ചതിനുള്ള ഉത്തരം ഇത്രയും മതിയോ? എന്തിനാ ജഗദീഷ് ചേട്ടാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നീ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്നോട്ട് നിനക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നിയതാ. പിന്നെ നിന്നോട് എനിക്ക് ഇപ്പോഴും വലിയ പുന്നാരവാ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. എന്റെ ആങ്ങളൊക്കെ വലിയ ഹ്യൂമർ സെൻസാ. ഇവളെ കാണുമ്പോ ഞാൻ പെട്ടെന്ന് സെൻസ് ഔട്ടായി പോകും ചേച്ചി. ചേച്ചി ഒന്നേ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? വാ. ഇപ്പൊ അറിയാമേ. എന്താണ്? അവളുടെ പുതിയ വിവരമെല്ലാം കിട്ടിയോ ആ മൈഥിലിയുടെ? ഇല്ല. ഭാര്യയോടൊന്നും പറയാനില്ല, എല്ലാം പെങ്ങളോടാ. എന്നാ എനിക്കിപ്പോ ഒരു വിവരം കിട്ടി. ഇവളാണോന്നൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇടവായ്ക്കടുത്ത് റെയിൽവേ പാളത്തില് ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡി ചിതറിക്കിടപ്പുണ്ടെന്ന് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. എടാ, ഇപ്പൊ ഈ വിവരം ഇവിടെ ആരും അറിയണ്ട. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. അല്ല, ഇവളാണെന്ന് ഉറപ്പായിട്ടില്ലല്ലോ. ഞാൻ പറയത്തില്ല. എല്ലാവരും വരും. തിരുമേനി വരുന്നുണ്ട്. വാ വാ കാർത്തേട്ടാ. ആ, വന്നോളൂ വന്നോളൂ. ആരാ ചോറ് കൊടുക്കുന്നത്? കുഞ്ഞിന്റെ അച്ഛൻ. ദാ അങ്ങോട്ടിരിക്കും. ഇരിക്കേ. ഇനി കാർത്തികയുടെ മടിയിലേക്ക് കൊടുക്ക്. നമുക്ക് ചോറുണ്ണാം. ചോറുണ്ടാ നമുക്ക്. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഉപ്പും പുളിയുമുള്ള വിഭവങ്ങൾ ചേർത്ത് ചോറ് കുഴയ്ക്കണം. എന്നിട്ട് ചോറും പായസവും ആദ്യം കുഞ്ഞിന് കൊടുക്കുക. ആ. നിർത്ത്. ചോറ് കൊടുക്കാൻ വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.